ചാപ്റ്റർ 7 മോർ ആൻഡ് ലെസ്. അപ്പം മോർ എന്ന് വെച്ചാൽ കൂടുതൽ, അതുപോലെ തന്നെ ലെസ് എന്ന് വെച്ചാൽ കുറവ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒരമ്മയും ഒരു അച്ഛനും 2 കുട്ടികളും നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ എന്താ ഒരു ചക്കയുടെ ഒരു പ്ലാവ് നിൽപ്പുണ്ട്, ഒരു മരം നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം. ഈ 2 കുട്ടികളുടെ കയ്യിൽ ഓരോ സ്റ്റിക്സും ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇവരെന്താ പറയുന്നതെന്ന്. ലെറ്റ് us get a big jar fruit. അപ്പോൾ എന്താ പറയുന്നേ, അച്ഛൻ എന്താ പറയുന്നേ, കണ്ട നമുക്ക് വലിയ ചക്ക പറിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ വലിയ ചക്കയിലേക്ക് എത്താനായിട്ട് അപ്പം നമ്മുടെ ഈ കുട്ടി എന്താ പറയുന്നേ, ഈ കുട്ടി പറയുക വി ക്യാൻ ഗെറ്റ് ഇറ്റ് വിത്ത് മൈ സ്റ്റിക്ക് ടൂൾ. അപ്പൊ ഈ കുട്ടി പറയുക എന്റെ കയ്യില് കണ്ട നമുക്ക് എന്റെ കമ്പ് വെച്ചിട്ട് നമുക്കത് പറിക്കാന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഈ ബോയ് അവൻ എന്താ പറയുന്നതെന്ന് വെച്ചാ വി മസ്റ്റ് യൂസ് ദിസ് സ്റ്റിക്ക് ടു റീച്ച് ദി ബിഗ് വൺ. അപ്പൊ അവൻ പറയുന്നതെന്ന് വെച്ചാൽ വലിയ ചക്കയിൽ എത്താനായിട്ട് ഈ കമ്പ് ഉപയോഗിക്കണമെന്നും പറയാം. കാരണം എന്ന് വെച്ചാൽ വലിയ ചക്ക കുറച്ചുകൂടെ ഹൈറ്റിലാണ്, ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവളുടെ ഈ ചെറിയ കമ്പ് വെച്ചിട്ട് ഈ ചെറിയ ചക്കയെ പറിക്കാൻ പറ്റത്തുള്ളൂ. വലുത് പറിക്കണമെങ്കിൽ അവന്റെ കമ്പ് യൂസ് ചെയ്യണമെന്ന് അവൻ പറയുക. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്, വിച്ച് സ്റ്റിക്ക് ഈസ് ലോങ്ങർ പുട്ട് എ ടിക്ക് മാർക്ക്. നീളം കൂടിയതിന് ടിക്ക് ഇടാനാ പറഞ്ഞത്. അപ്പൊ ഈ പയ്യന്റെ കയ്യിലിരിക്കുന്നത് നീളം കൂടിയത്, അപ്പം അതിനൊരു ടിക്ക് കൊടുക്കുക. പിന്നെ ഇവിടെ എന്താ, ടിക്ക് ദ ബോക്സ് വിത്ത് ദ ലോങ്ങർ വൺ. നീളം കൂടിയതുള്ള ബോക്സിന് ടിക്ക് ഇടാനാ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പെൻസിൽസാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് നീളം കൂടിയത് ഈ പെൻസിലാണ്, അപ്പൊ ഇതിന് ടിക്ക് ഇടുക. പിന്നെ അടുത്ത അമ്പർല കൊടുത്തിരിക്കുന്നത്. അപ്പം നീളം കൂടിയ അമ്പർല ഇതാ രണ്ടാമത്തെ സെക്കൻഡ് വൺ, അപ്പം സെക്കൻഡ് വണ്ണിന് ടിക്ക് കൊടുക്കുക. പിന്നെ ചെയിനാ കൊടുത്തിരിക്കുന്നത്. ചെയിന് ഫസ്റ്റ് വൺ ആണ് നീളം കൂടിയത്, അപ്പൊ അതിന് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫിഷ് ഹുക്കാണ്, അപ്പൊ അത് ഫസ്റ്റ് വണ്ണിനാണ് നീളം കൂടുതൽ, അപ്പൊ അതിന് ടിക്ക് കൊടുക്കുക. പിന്നെ സ്കെയില് ഫസ്റ്റ് വൺ തന്നെയാണ്, അപ്പൊ അതും ടിക്ക് കൊടുക്കുക. പിന്നെ അടുത്ത സ്പൂൺ സെക്കൻഡ് വൺ ആണ് നീളം കൂടുതൽ, അപ്പൊ അതിന് ടിക്ക് കൊടുക്കുക. പിന്നെ ഈ പേജിൽ പറയുന്നത് കൈറ്റ് ഫ്ലയേഴ്സ്, സീയിങ് ഫ്രണ്ട്സ്. കണ്ട നോക്ക്, സീയിങ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് കൈറ്റ്സ്, അജ്നവ് കം റണ്ണിങ്. അജ്നവ് കൂട്ടുകാർ പട്ടം പറത്തുന്നത് കണ്ട് ഓടി വന്നു എന്ന് പറയുക. ഹൂസ് കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഹയസ്റ്റ്. ആരുടെ പട്ടമാണ് നീളത്തിൽ പറക്കുന്നത്. അപ്പൊ നമുക്കിത് നോക്കാം. കളർ ദ സ്ട്രിങ് ഓഫ് ദ ഹയസ്റ്റ് കൈറ്റ് റെഡ്. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പട്ടത്തിന്റെ ചരടിന് ചുവപ്പ് നിറം കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ ഏത് പട്ടമാണ് ഹയസ്റ്റ് ആയിട്ട് പറക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കി ഓരോരുത്തരുടെയും പേര് കൊടുത്തിട്ടുണ്ട്. ആരാധ്യ, വൈഗ, ഇതൾ, പിന്നെ അമർ, അമീൻ, അജ്നവ്. അപ്പൊ ഇതളും അമറും ഒരുമിച്ച് ഒരു പട്ടമാണ് പറത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ഏറ്റവും നീളം കൂടിയ പട്ടം ഏതാ, ഇവരുടെ തന്നെയാണ്, ഈ ഇതളിന്റെയും അമറിന്റെയും. അപ്പം ഈ ബോക്സില് ഹൂസ് ഹൈറ്റ് ഈസ് ഫ്ലൈങ് ഹയസ്റ്റ് എന്ന് വെച്ചാൽ ആരുടെ പട്ടമാണ് നീളത്തിൽ പറക്കുന്നത് എന്ന. അപ്പൊ ആ ബോക്സിൽ എന്ത് എഴുതണം, ഇതൾ അമർ എന്ന് എഴുതണം. അപ്പൊ കളർ ദ സ്ട്രിങ് ഓഫ് ദി ഹയസ്റ്റ് കൈറ്റ് റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അതിന്റെ ചരടിന് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പടത്തിന്റെ ചരടിനെ ചുവപ്പ് നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചുവപ്പ് നിറം ഇവിടെ കൊടുക്കണം. പിന്നെ അടുത്ത പേജിൽ എന്താ നോക്ക്, അമ്മ ചക്ക, ഒരു ചെറിയ ചക്ക അമ്മയുടെ കയ്യിലുണ്ട്. കുട്ടിയുടെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല, ഒരു ചക്ക താഴെയുണ്ട്. നമുക്ക് നോക്കാം എന്താ പറയുന്നത്. മാം ഐ കനോട്ട് ലിഫ്റ്റ് ദിസ് ജാക്ക് ഫ്രൂട്ട്. അപ്പൊ എന്താ പറയുന്നത് കുട്ടി, അമ്മേ എനിക്ക് ഈ ചക്ക പൊക്കാൻ കഴിയുന്നില്ല എന്ന്. അപ്പം അമ്മ എന്താ പറയുന്നേ, ഓക്കെ ഐ വിൽ ടേക്ക് ദാറ്റ്, യു ടേക്ക് ദിസ് സ്മാൾ വൺ. ശരി. അപ്പൊ അമ്മ എന്താ പറയുന്നത്, ശരി അത് ഞാൻ എടുത്തോളാം, നീ ചെറിയതെടുക്കൂ എന്ന് പറയുക. അപ്പം കുഞ്ഞ് ചെറുതായതുകൊണ്ട് അവൾക്കത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു അത് കുഴപ്പമില്ല, നീ ചെറുതെടുത്തോ, അത് ഞാൻ എടുക്കാം, വലുത് അമ്മ എടുക്കാന്ന് പറയുക. പിന്നെ ഈ പേജിൽ എന്താ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, സർക്കിൾ ദ ഹെവിയർ തിങ് ഇൻ ഈച്ച് റോ. ഓരോ വരയിലുള്ള സാധനങ്ങളിൽ കനം കൂടിയതിന് വട്ടം വരയ്ക്കാൻ പറഞ്ഞിരിക്കുക. അപ്പം ഇത് ഫസ്റ്റ് ഇത് ഒരു കുക്കുംബറും ഒരു ടൊമാറ്റോ ഉണ്ട്. അപ്പൊ കുക്കുംബറാണ് വെയിറ്റ് കൂടുതൽ, അപ്പൊ അതിന് സർക്കിൾ ചെയ്യാം. പിന്നെ അടുത്ത പംകിൻ ബലൂണും ഉണ്ട്. അപ്പൊ പംകിൻ അല്ലേ, മത്തങ്ങയല്ലേ പിന്നെ ഹെവിയർ, അപ്പം അതിന് വട്ടം വരയ്ക്കുക, അതിനാണ് വെയിറ്റ് കൂടുതൽ, കനം കൂടുതൽ. പിന്നെ അടുത്ത എന്താ,
ഒരു മഗ്ഗും ഒരു ക്യാനും തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ക്യാനാണ് കുറച്ച് ഹെവിയർ ആയിട്ടുള്ളത്. അപ്പം അതിന് സർക്കിൾ വരയ്ക്കുക. പിന്നെ അടുത്ത ചെയറും ടേബിളും ആണ്. അപ്പൊ ടേബിളാണല്ലോ ഹെവിയർ, അപ്പം ടേബിളിന് സർക്കിൾ വരയ്ക്കുക. അതുപോലെ കോക്കനട്ടും മാംഗോയും തന്നിട്ടുണ്ട്. അപ്പം ഇതില് ബിഗ് സൈസ് ഏതാ? കോക്കനട്ട് ആണ്. അപ്പൊ കോക്കനട്ടിന് സർക്കിൾ വരയ്ക്കുക.